ബിഗ് ബോസ് പ്രോപ്പർട്ടി പൊട്ടിച്ചു. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നടന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നലത്തെ ടാസ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഭയങ്കരമായിട്ടൊരു ഓവർ അഗ്രഷൻ പല മത്സരാർത്ഥികളും കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ടാസ്ക് ജയിക്കുമ്പോഴോ അല്ലെങ്കിൽ എതിർ ടീം തോൽക്കുമ്പോഴോ ആണെങ്കിലും ഒരു ഓവർ അഗ്രഷൻ, ഒരു ഓവർ ആങ്സൈറ്റിയോ അഗ്രഷനോ പല കണ്ടസ്റ്റൻസും പ്രകടിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് അകത്തേക്ക് പോയി ആ പ്രഷർ കൂടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരിനി ഈ ആങ്സൈറ്റി വേറെ രീതിയിലേക്ക് മാറുമോ അതോ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്ന് കാണണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓവർ അഗ്രഷൻ്റെ സമയത്താണ് ക്യാപ്റ്റനും മത്സരാർത്ഥികളും കൂടി കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് വിജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ ഇൻഫിനിറ്റി പെൻഡുലം പൊട്ടിപ്പോകുന്നത്. അപ്പോൾ മത്സരത്തിൽ അഭിനന്ദനങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, ഈ പെൻഡുലം എന്ത് പറ്റി? അയ്യോ, അത് അമിത ആഹ്ലാദത്തിൽ അത് പൊട്ടിപ്പോയി. പക്ഷെ അവർക്കത് പറയുന്നതിൽ ആദ്യം ഒരു വിഷമമൊന്നും തോന്നുന്നില്ല. അവരൊരു കാഷ്വൽ ആയിട്ടുള്ള കാര്യം പോലെയാണ് എടുക്കുന്നത്. പക്ഷേ അഖിൽമാരാർ പറയുന്നുണ്ട്, അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പെൻഡുലത്തിൻ്റെ എല്ലാ പവറും നിങ്ങൾക്ക് കിട്ടില്ല, നഷ്ടപ്പെടും. കാരണം ഇപ്പം നമുക്കറിയാം, ബിഗ് ബോസ് സീസണുകളിൽ ബിഗ് ബോസ് ടാസ്കുകളിൽ ഒരു പ്രോപ്പർട്ടി അമൂല്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നടക്കുന്ന അടികൾ, അത് ഒളിപ്പിച്ചു വെക്കുന്നത്, അതിൻ്റെ മേലുണ്ടാകുന്ന കോലാഹലങ്ങളൊക്കെ ഈ മത്സരാർത്ഥികളും കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ഈ ഒരു ഇൻഫിനിറ്റി പെൻഡുലത്തിന് ഒരു അമൂല്യമായിട്ടുള്ള പവർ ഉണ്ട്, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായാലും അമൂല്യമായി തന്നെ കാത്തു സൂക്ഷിക്കേണ്ട കടമ അവരവർക്കുള്ളതാണ്. അവരത് കാഷ്വലായിട്ട് ഇത് ഇത്രയൊക്കെ സൂക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അത് നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് വേണ്ടത്. അത് ജഡ്ജസ് കറക്റ്റ് രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് അവർക്കൊരു എന്താ പറയുക, ഇപ്രാവശ്യത്തെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനി മേലാൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ആ പെൻഡുലം തന്നെ പിടിച്ചു വാങ്ങുന്നതായിരിക്കും. അതിന് യാതൊരു വക പവറും ഇല്ലയെന്ന് ജഡ്ജസ് പറയുന്നുണ്ട്. അതിന് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ട് കളിക്കുന്ന ഒരു ടാസ്കിൽ ഇൻഫിനിറ്റി പെൻഡുലം, അത്രയും പ്രത്യേകതയുള്ള ഒരു പെൻഡുലം അവിടെ ഒരു ഷോക്കേസിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു സാധനം ഇവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇവരതിന് അത്രയും ഒരു സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനെ തന്നെ കളിയാക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല കണ്ടസ്റ്റൻസിനും ഒരു സീരിയസ്നെസ് ഇല്ല എന്ന് തോന്നുന്നു. പല ആളുകളും അവിടെ എന്താണ് ചെയ്യുന്നത് അത് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ബിഗ് ബോസ് ലാലേട്ടൻ്റെ കയ്യിലിരിക്കുന്ന കപ്പ് എൻ്റെ കയ്യിലാണ്, ഞാനാണ് പൊക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് അഖിൽമാരാർ പറഞ്ഞത്, നമ്മൾ ആദ്യം ക്വാളിഫൈ ചെയ്യണം, അതിനുശേഷമാണ് ബിഗ് ബോസ് മെയിൻ സീസണിലേക്ക് കടക്കുന്നതും കപ്പ് ഉയർത്തുന്നതും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം ആരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അതിന് ഒരു നല്ല കൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സമയത്തും ജഡ്ജ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഒരാൾ പറയുന്നത് കേൾക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഫിനിറ്റി പെൻഡുലം അതുപോലെയുള്ള ബിഗ് ബോസ് പ്രോപ്പർട്ടീസിനും അതേപോലത്തെ കെയറും അതുപോലത്തെ സീരിയസ്നെസ്സും കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ മത്സരാർത്ഥികൾക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. താങ്ക് യു.